ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും നാടൻ ഒരു റെസിപ്പി ആയിട്ടാണ്. ചേമ്പ് കറി, ചേമ്പും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു അരച്ചൂട്ട് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണ്ടേ? അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചേമ്പ് നന്നായിട്ട് ചീകി തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെള്ളത്തിലിട്ടിരുന്നതാണ്. അതിൽ നിന്ന് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടിച്ചേമ്പാണ്. അത് 4 ചേമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചേമ്പ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ചേമ്പ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. കഷ്ണങ്ങളെന്ന് വെച്ചെന്നാൽ 2 തക്കാളി അരിഞ്ഞതും 3 പച്ചമുളകും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാദ്യം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കഷ്ണത്തിലേക്ക് അല്പം ഇട്ട് കൊടുക്കാം. പോരാത്തത് നമുക്ക് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാനും വേണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കൈപ്പിടി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ജീരകവും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. തക്കാളിയും ചേമ്പും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം എടുത്ത് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് കൂട്ടാൻ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പെല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഗ്രേവി എത്രമാത്രം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് ഗ്രേവി കൂടെ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇപ്പം എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് കറി തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ്, നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കടുക് പൊട്ടിക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മുളക് പൊടി അതിലേക്ക് ഞാൻ വറയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ട, അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വളരെ ടേസ്റ്റിയുമാണ്. നമ്മുടെ ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിതെല്ലാം പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതിൽ നല്ലൊരു നാടൻ വിഭവവുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.